നമ്മുടെ സമൂഹത്തിൽ ഒരു അദൃശ്യ ചങ്ങലയായിക്കൊണ്ട് ജാതി ഇപ്പോഴും ഉണ്ട്. പഴയതിന്റെ അത്ര ഇല്ല എന്ന് പറയുമ്പോൾ പഴയ പോലെ തന്നെയുണ്ട്. പക്ഷെ പഴയതുപോലെ പുറത്തേക്ക് പറയുന്നില്ല എന്നേ ഉള്ളൂ. ഉള്ളിലൊക്കെ എല്ലാവരുടെ ഉള്ളിലും ഇത്തരം ചിന്തകളൊക്കെ ഉണ്ട്. आपने कैसे कहा चमार आदमी को ट्रिपल सी बना देंगे तो क्या होगा? नीचे उतर गए। अरे तुम्हारी ऐसे चलती। नीचे उतरो, नीचे उतरो। कैसे कहा तुमने चमार आदमी बनेगा? तो तुम नीचे उतरो, नीचे उतरो। गाड़ी तो अभी मैं पुलिस को बुला रहा हूँ। उतरो नीचे, तुम उतरो, नीचे उतरो। साला इतनी देर से सुन रहा हूँ तुम लोग बदमाशी। तुमने कैसे कहा चमार आदमी? कौन होते बे? उतरो, नीचे उतरो, नीचे उतरो। ये लखनऊ है, नीचे है भाई, कुछ नहीं। उतरो, रुक जाओ। हाँ रुको, रुको। कार्ड दिखा अपना नाम। अरे रुको रुको, नाम दिखाइए। नाम, अरे नाम दिखाइए। अरे रुकिए, आप दिखाइए नाम, दिखाइए। रुको, बुला रहा हूँ मैं। क्या हुआ बोले? सुमित चौधरी। हाँ, आप दिखाइए। RR मीना ST SC। और बताओ आप कैसे जाति सूचक शब्दों का इस्तेमाल, कैसे जाति सूचक शब्द, कैसे जाति सूचक शब्द खराब रहेगा? कैसे तो डायरेक्ट जाति का बोलोगे? तुमने नाम लो, उसका नाम लो, तुम जाति को कैसे बोल रहे हो? तुमने चमार कहा, तुमने चमार कहा। रुको, मैं ओए औकात में, अरे घूस नहीं औकात में। कौन सा गाली दोगे? गाली दोगे? तुमने चमार कैसे कहा? चमार कैसे कहा? तुमने चमार कैसे कहा? किसी को कहा कैसे कहा चमार कैसे कहा? मैं पुलिस बुला रहा हूँ। बुला गाड़ी खड़ी करने दो। आपस में जाति गाली देंगे, आपस में जाति गाली देंगे। आप गाली दो चमार को, आप गाली दो चमार को। मैं बताता हूँ चमार को, मैं अकेले गया चमार को गाली दो। गाली दो, गाली दो, गाली दो। दिखा रहा हूँ। अरे देखो तो, ऐसे लोग अगर बिरादरी के होते तुम टोक देते, तो गाली ना दो। गलत नहीं बोला चमार, गलत नहीं बोला चमार। तुम लोग गलत नहीं बोला चमार, वो गलत नहीं बोला। भाई एक मिनट को, तुम कह रहे हो इसी बिरादरी को तुम एक बार टोके होते, इसको इस तरह नहीं बोलना चाहते। अच्छा पूरे रास्ते मैंने टोका, मुझे कुछ बोला नहीं बोला ना? जब इसने बोला तब मैंने कहा कि तुम्हारा नाम क्या पूरा, तभी पूछा मैं यही कह रहा हूँ। ഇതെന്താ സംഭവം വെച്ചാൽ യൂട്രഹിയ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചാർബാർഗിലേക്ക് ഒരു യാത്ര പോകുന്നതിനിടയ്ക്ക്, അതായത് ഊബറിലായിരുന്നു യാത്ര പോകുന്നത്. 4 റെയിൽവേ ഉദ്യോഗസ്ഥരാണ് യാത്രക്കാർ. അങ്ങനെ ഇവര് റൈഡ് ബുക്ക് ചെയ്യുന്നു, ഒരു ഊബർ ടാക്സി വരുന്നു, ഇവർ അതിൽ യാത്ര ചെയ്യുന്നു. യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് ഇവർ 4 പേരും റെയിൽവേ ഉദ്യോഗസ്ഥരാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവരുടെ തൊഴിൽ മേഖലയിലുള്ള പ്രശ്നങ്ങൾ ഇവർ ഈ കാറിൽ ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്യണം. പല കാര്യങ്ങളുണ്ട്, ശമ്പള കമ്മിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ബോണസിന്റെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവരുടെ സീനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ട്, അയാളെ പച്ച തെറി പറയാണ്. നമ്മുടെ നാട്ടിലൊക്കെ പതിവുള്ളൊരു കാര്യമാണ്. നമ്മൾ സീനിയേഴ്സിനെ തെറി പറയാം, മുതലാളിമാരെ തെറി പറയാം. ഇതൊക്കെ നമ്മുടെ നാട്ടില് ഇതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു തൊഴിലാളി ആവില്ല എന്നുള്ള നിലപാടാണ് നമ്മുടെ നാട്ടിൽ പലപ്പോഴും കണ്ടിട്ടുള്ളത്. എന്തായാലും അത്തരത്തില് ഇവരുടെയൊക്കെ ഈ 4 പേരുടെയും സീനിയർ ഉദ്യോഗസ്ഥനെ ഇവർ കുറ്റം പറഞ്ഞുകൊണ്ട് ഈ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇവർ കുറ്റം പറഞ്ഞ് വേറൊരു കാര്യത്തിലേക്ക് എത്തി. അതെന്തായാലും ഇതിലൊരുത്തം പറയാണ്, അല്ലെങ്കിലും ആ ജാതിയിൽപ്പെട്ട ആളുകളൊക്കെ ഇങ്ങനെ തന്നെയാണെന്ന്. ഇവർക്ക് വിരോധമുള്ള ഓഫീസറോട് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവർ അത് ജാതി വെച്ച് കിട്ടണം. അതിന്റെ ഒരു ആവശ്യമില്ല. നമുക്കൊരാളോട് വ്യക്തിപരമായിട്ട് യോജിപ്പെട്ടെങ്കിൽ അത് അയാളോട് പറയാം. അയാളെ ജാതിയെ കുറിച്ചൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. എന്തായാലും ഇവിടെ കാര്യങ്ങൾ ഇത്തരത്തിലാണ് വന്നത്. അല്ലെങ്കിൽ ഈ ജാതിക്കാരൊക്കെ ഇങ്ങനെ തന്നെയാണ്, ഈ ജാതി ഒരാൾ വൃത്തികെട്ട ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തൊഴിൽ മേഖലയിലെ സീനിയറിന്റെ പ്രശ്നങ്ങൾ പറയുന്നതിനപ്പുറം ജാതീയപരമായിട്ടുള്ള ചർച്ചയിലേക്ക് കിടക്കണം. അതോടുകൂടി ഈ ക്യാബ് ഓടിക്കുന്ന സുഹൃത്തുണ്ടല്ലോ, ഇയാൾ പറഞ്ഞു നിങ്ങൾ ഇത്തരത്തിലൊന്നും സംസാരിക്കരുത്, ഒരാളെ വെച്ചിട്ട് അയാളെ ജാതിയെ കുറ്റം പറയാൻ പാടുള്ളൂ. നിങ്ങൾക്കൊരു വിരോധം ഉണ്ടെങ്കിൽ അയാളോട് പറഞ്ഞു തീർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരാതി പറയാം. അയാൾ ജാതി പറയേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ദയവേദി ഈ ജാതി പറച്ചിലൊക്കെ നിർത്താം എന്ന് ഡ്രൈവർ ആവശ്യപ്പെടുന്നുണ്ട്. ഇവരുണ്ടോ നിർത്തുന്നു? ഇവരങ്ങ് എത്തോളം ജാതി തന്നെ, ജാതി കുറ്റം പറഞ്ഞ്, ജാതിയെ കുറ്റം പറഞ്ഞ് ഒരു പരിധി കഴിഞ്ഞപ്പോ ഈ ഡ്രൈവർക്ക് സൈ കിട്ടും. അങ്ങനെ വാഹനം റോഡ് സൈഡിൽ സൈഡാക്കിയിട്ട് 4 എണ്ണത്തിനെയും വണ്ടി നടത്തി കിട്ടും. അതാണ് ഈ സംഭവം. ജാതിശേപ്പൊക്കെ വീട്ടിൽ പോയി നടത്തിക്കണം, എന്റെ വണ്ടി ഇടാൻ പറ്റില്ല, സ്ഥലം വിടാൻ നോക്കുന്ന പറഞ്ഞിട്ട് ഈ ഡ്രൈവർ വണ്ടി സൈഡാക്കിയിട്ട് 4 എണ്ണത്തിനെയും വണ്ടിയിൽ നിന്ന് ഇറക്കി അങ്ങോട്ട് വിട്ടു നാട് റോഡിൽ. തീർച്ചയായിട്ടും ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു അറ്റംപ്റ്റ് അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ ഇവിടെ ഭയാനകമായിട്ടുള്ള ഒരു കാര്യം എന്താണോ, ഇത്ര വലിയൊരു ജാതി അധിക്ഷേപം നടന്നിട്ടും ആ ആളുകൾക്കെതിരെ യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് ഇത്തരം അധിക്ഷേപങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ ദളിതൻ കൂടിയായ ക്യാബ് ഡ്രൈവർക്ക് അയാളുടെ ജോലി പോയി.
കമ്പനി അദ്ദേഹത്തോട് ഒന്ന് വിശദീകരണം ചോദിച്ചത് പോലുമില്ലെന്നാണ് പറയപ്പെടുന്നത്. യാത്രക്കാരന്റെ പരാതി മാത്രമാണ് കമ്പനി കേട്ടത്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഇതാണ് ആധുനിക രീതിയിലെ ജാതീയതയുടെ ഒരു ഘടന. അതായത് ശക്തന്റെ പരാതി വലിയ രീതിയിൽ പരിഗണിക്കപ്പെടുകയും ദുർബലന്റെ പ്രതിരോധം ശിക്ഷയായി മാറുകയാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഇന്ത്യൻ ഭരണഘടന ജാതി വിവേചനം നിരോധിച്ചിട്ട് എത്ര വർഷമായി? കീഴ്ജാതിക്കാരെ അപമാനിക്കുന്നതിന് നിയമപരമായിട്ടുള്ള ശിക്ഷ പോലുള്ള നാടാണ് നമ്മളത്. എന്നിട്ട് പോലും സംഭവിച്ചത് എന്താ? നിങ്ങളൊന്ന് ആലോചിക്കുക, 2026 ഈ വർഷത്തിലും ഒരു വ്യക്തിയുടെ കഴിവ് എന്ന് പറയുന്നത് അയാളുടെ ജാതിയെ അടിസ്ഥാനമാക്കിയാണ് ഉള്ളത് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു ജനവിഭാഗം നമുക്കിടയിൽ ഇന്നുണ്ട്. ഇത്തരം മനഃശാസ്ത്രങ്ങളൊന്നും മാറാത്ത കാലത്തോളം ഇത്തരത്തിലൊക്കെ ജാതി അധിക്ഷേപങ്ങൾ ഇനിയും ഉണ്ടാവും. ഒരാളുടെ വ്യക്തിത്വം അയാളുടെ ജാതി എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഇപ്പൊ നിങ്ങൾ വലിയ ഒരു ഉദ്യോഗസ്ഥനായി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഘട്ടങ്ങളൊക്കെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ടാക്കി എന്ന് കരുതി നിങ്ങളുടെ ജാതി മുഴുവൻ അങ്ങനെയാണോ? 5 പൈസക്ക് വലിയ കൊള്ളാത്ത മൊണ്ണകളും ഇല്ലേ നിങ്ങളുടെ ജാതിയിൽ? ഞാൻ എല്ലാ ജാതിക്കാരോടാ ചോദിക്കുന്നത്. അപ്പൊ ഒരു ജാതി അല്ല ഒരാളുടെ കഴിവിനെ അടിസ്ഥാനമാക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. എന്തിന് ഈ ക്യാബ് ഓടിക്കുന്ന ഈ സഹോദരൻ ഉണ്ടല്ലോ, ഇയാൾ ചില്ലറക്കാരനല്ല, അയാളൊരു ദളിതനാണ്, ക്യാബ് ഡ്രൈവറൊക്കെ തന്നെയാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ 30 വയസ്സുള്ള ഇയാൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ള ആളാണ്. ഗതികേട് കൊണ്ടാണ് അയാൾ ടാക്സി ഓടിക്കാൻ വന്നത്. ഇവിടെ ടാക്സിക്കാരനെതിരെ അധിക്ഷേപം നടന്നിട്ടില്ല കേട്ടോ. ജാതി അധിക്ഷേപം ഇവിടെ ടാക്സിക്കാരനെതിരെ നടന്നിട്ടില്ല. ജാതി അധിക്ഷേപം എത്തരത്തിലാണ് ഉണ്ടായത്? യാത്രക്കാരായ 4 പേര് അവരുടെ സീനിയർ ഉദ്യോഗസ്ഥനാണ് ജാതീയപരമായിട്ട് അധിക്ഷേപിച്ചത്. അവരുടെ സീനിയർ ഉദ്യോഗസ്ഥന്റെ അതേ ജാതിക്കാരനായ ക്യാബ് ഡ്രൈവർ ഇത് കേൾക്കുകയും അയാൾക്ക് വല്ലാതെ നോവുകയും ചെയ്തു. നോവില്ല, ആരായാലും നോവില്ലോ. ഒരു വ്യക്തിയെ പറയാൻ നമുക്ക് മനസ്സിലാക്കാം, അയാളുടെ ജാതിയെ കുലത്തിനൊക്കെ എന്തിനാ പറയുന്നത്? നിങ്ങൾക്കൊരു വിരോധം ഉണ്ടെങ്കിൽ, ഒരു വ്യക്തിയോട് വിരോധം ഉണ്ടെങ്കിൽ അയാളോട് പറയാം. അയാളുടെ മക്കളോടും അയാളുടെ മരിച്ചുപോയ അപ്പാപ്പനോടൊക്കെ നിങ്ങൾക്ക് എന്തിനാ വിരോധം തോന്നുന്നത്? എന്തൊരു മണ്ടത്തരാന്ന് നോക്കി ആളുകളുടെ ചിന്താഗതി. നിലവിൽ 99 വർഷം 11 മാസവുമാണ് അങ്കിത് എന്ന ഈ ക്യാബ് ഡ്രൈവറുടെ ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോം നിരോധനം ഏർപ്പെടുത്തി. ഇത് കേവലം ഒരു അങ്കിത്തിന്റെ മാത്രം പ്രശ്നമല്ലെന്നേ. വിമത ശബ്ദം ഉയർത്തുന്ന, അത് എന്തൊരു സംഗതികൾക്കാവട്ടെ, വിമത ശബ്ദം ഉയർത്തുന്ന അല്ലെങ്കിൽ പ്രതിരോധത്തിന്റെ ശബ്ദം ഉയർത്തുന്ന ആളുകൾക്കെതിരെ ഇത്തരം നടപടികൾ തന്നെയാണ് കോർപ്പറേറ്റ് കമ്പനികൾ ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ എപ്പോഴും കൈക്കൊണ്ടിട്ടുള്ളത്. കോർപ്പറേറ്റ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോഴും പ്രിഫറൻസ് നൽകുന്നത് എന്തിനാണ്? അവരുടെ കസ്റ്റമേഴ്സിനാണ്. അവരുടെ ലേബേഴ്സിന്റെ വെൽഫെയറോ അല്ലെ മറ്റുള്ള കാര്യങ്ങളൊന്നും അവർക്ക് വിഷയമേ അല്ല. അത് ഏതെങ്കിലും പൊളിറ്റിക്കൽ കമ്പനിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. പൊതുവെ ഈ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ഒരു ബിഹേവ് ഇങ്ങനെയാണ്. ഒരു അന്വേഷണം നടത്താൻ പോലും അങ്കിത്തിന് സംഭവിച്ച ഇക്കാര്യത്തിൽ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യം. കേവലം യാത്രക്കാരന്റെ പരാതികൾ മാത്രം കേട്ട് അതിൽ എന്തെങ്കിലും രീതിയിലുള്ള കഴമ്പുണ്ടോ എന്ന് പോലും നോക്കാതെ നടപടി. അതേസമയം ഇതിനൊക്കെ കാരണക്കാരായ ഈ 4 യാത്രക്കാരെ, ജാതി അധിക്ഷേപം നടത്തിയ ഈ 4 യാത്രക്കാർക്കെതിരെ റെയിൽവേ ഉദ്യോഗസ്ഥർ കൂടിയായ ഈ യാത്രക്കാർക്കെതിരെ യാതൊരു വിധത്തിലുള്ള നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്കിത് കുമാറിന്റെ ഈ ചെറുതുനിൽപ്പുണ്ടല്ലോ, ഇത് നമുക്ക് ഒരു കാര്യം കൃത്യമായിട്ട് വെളിവാക്കി തരുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഒരു അദൃശ്യ ചങ്ങലയായിക്കൊണ്ട് ജാതി ഇപ്പോഴും ഉണ്ട്. പഴയതിന്റെ അത്ര ഇല്ല എന്ന് പറയുമ്പോൾ പഴയ പോലെ തന്നെയുണ്ട്. പക്ഷെ പഴയതുപോലെ പുറത്തേക്ക് പറയുന്നില്ല എന്നേ ഉള്ളൂ. ഉള്ളിലൊക്കെ എല്ലാവരുടെ ഉള്ളിലും ഇത്തരം ചിന്തകളൊക്കെ ഉണ്ട്. അതിനെതിരെ ശബ്ദിക്കുന്ന ആളുകളെ ശിക്ഷിക്കുന്ന പുതിയ കോർപ്പറേറ്റ് സംസ്കാരമാണ് അങ്കിത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഈ കണ്ടത്. എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണുന്ന പ്രതീക്ഷയോടെ തെക്കാത്ത